സൈപ്രസിലെ UK ബേസ് ആക്രമിച്ച ഡ്രോൺ ഇറാൻ്റേതല്ല എന്ന് UK സ്ഥിരീകരിച്ചു. അതായത് സൈപ്രസ് തൊട്ടടുത്തുള്ള മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസിൻ്റെ വേറൊരു പ്രശ്നം വെച്ചാൽ അത് വളരെ പൊളിറ്റിക്കലി വൾണറബിൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതിൻ്റെ കാരണം അവിടെ നേരത്തെ ഒരു നടക്കുകയും ഗ്രീസും തുർക്കിയും തമ്മിൽ അവിടുത്തെ ഭൂപ്രദേശങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ വടക്കൻ ഭാഗം ഇപ്പോഴും തുർക്കി നിയന്ത്രണത്തിലാണ്, ബാക്കി ഭാഗമാണ് സൈപ്രസ് എന്ന സ്വന്തം രാഷ്ട്രമുള്ളത്. അപ്പോൾ സൈപ്രസിൽ ബ്രിട്ടൻ്റെ ഒരു സൈനിക താവളമുണ്ട്. ആ സൈനിക താവളത്തിലേക്ക് ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നു. ആ ഡ്രോൺ ഇറാൻ്റേതല്ല, ആരുടേതാണെന്ന് പറയുന്നത് ഇറാൻ്റേതല്ല എന്ന് UK സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അത് ആരുടേതാണ്? ആർക്കാണ് സൈപ്രസിലെ UK ബേസിലേക്ക് ഡ്രോൺ അയച്ചുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുക? വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും, ഇസ്രായേലിനാണ്. എന്തിനാണ് ഇസ്രായേൽ അത് ചെയ്യുന്നത്? കാരണം UK ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ, ഇപ്പോൾ നാറ്റോയുടെ തലവൻ എന്ന് പറഞ്ഞാൽ പഴയ നെതർലാൻഡ്സിൻ്റെ പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ സഖ്യകക്ഷികൾ അമേരിക്കയോടൊപ്പമുണ്ട്, ഇത്രയും വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ ട്രംപ് നന്ദി പറയുകയും ചെയ്തു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാറ്റോ രാജ്യമാണ് സ്പെയിൻ. ഞങ്ങളുടെ ബേസിൽ നിന്നും ഒരു പരിപാടി നടക്കില്ല എന്ന് സ്പെയിൻ പറഞ്ഞിരുന്നു. ബ്രിട്ടൻ ഈ പിന്തുണ നൽകാത്തതിന് പേരിൽ ട്രംപും ബ്രിട്ടനും തമ്മിൽ അടിയാണ്. അപ്പോൾ ബ്രിട്ടൻ ഈ യുദ്ധത്തിലില്ല. കാരണം ബ്രിട്ടൻ യുദ്ധത്തിലില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചൊരു നാണക്കേടാണ്. അതിൻ്റെ കാരണം ബ്രിട്ടൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ അധിനിവേശങ്ങളിലും അന്ന് ടോണി ബ്ലെയർ ആയിരുന്നു പ്രധാനമന്ത്രി, കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറാഖ് അധിനിവേശമാണെങ്കിലും അഫ്ഗാൻ അധിനിവേശമാണെങ്കിലും അമേരിക്കയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷേ ഇറാനെതിരെ ബ്രിട്ടൻ ഇല്ല എന്നുള്ളത് അമേരിക്കയെ നാണക്കേടാണ്. അപ്പോൾ ബ്രിട്ടനെ കൂടി ഇതിലേക്ക് ഇറക്കണം എന്ന ആരുടെ ആവശ്യമാണ്? അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അമേരിക്കയുടെ പോലും ആവശ്യമല്ല, ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇറാൻ ചെയ്യുന്നു എന്ന പേരിൽ ഇറാൻ്റെ സഹോദര രാഷ്ട്രങ്ങളെയും സുഹൃത്ത് രാഷ്ട്രങ്ങളെയും ഒക്കെ ഇസ്രായേൽ തന്നെ ആക്രമിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, അമേരിക്കയുടെ ഒപ്പം നിൽക്കാത്ത അമേരിക്കയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളെ ഇസ്രായേൽ തന്നെ ആക്രമിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരുടെ യുദ്ധമാണ്? ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ് എന്ന് ഓരോ ദിവസവും തെളിയുകയാണ്.